കുറെ കാലം രാഷ്ട്രീയമെന്നും തത്വചിന്ത എന്നും യുക്തിവാദം എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടന്ന രാഹുൽ ഈശ്വറിന് ഇതെന്തു പറ്റിയെന്നറിയില്ല. ഇപ്പോൾ ഒരു അല്പസ്വല്പ വിവരമൊക്കെ വച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ നടത്തിയ വിവാദ പരാമർശത്തിന് അണ്ണാക്കിൽ മറുപടി കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോൾ സുരേന്ദ്രൻ മറുപടി കേട്ട് കണ്ടം വഴി ഓടിത്തള്ളി എന്ന് പറയാതെ വയ്യ. എന്നാലും എന്റെ രാഹുലെ, ഇതൊരല്പം കടന്ന കൈയായി പോയി. നോമ്പുകാലത്ത് മലപ്പുറത്ത് ചെന്നാൽ പച്ചവെള്ളം കുടിക്കാൻ കിട്ടില്ല എന്ന കെ സുരേന്ദ്രന്റെ വാദത്തിനോട് എങ്കിൽ പിന്നെ ഹിന്ദുക്കൾക്ക് പോയി കട തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചാണ് രാഹുൽ ഈശ്വർ തന്റെ സ്വന്തം പേജിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉമിനീര് പോലും ഇറക്കാതെ നോമ്പനുഷ്ഠിക്കുന്നവർ തന്നെ വച്ചു വിളമ്പി തന്നാലേ തിന്നു എന്നുണ്ടോ? അങ്ങനെ തിന്നണമെന്നുണ്ടെങ്കിൽ 11 ലക്ഷത്തോളം വരുന്ന ഹിന്ദുക്കൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് കണക്കുകൾ നിരത്തി പറയുന്ന രാഹുൽ നിങ്ങൾക്കൊക്കെ കട തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനു പുറമെ സുരേന്ദ്രൻ എവിടെ നിന്നാണ് ദാഹിച്ച വെള്ളം കിട്ടാത്തത് എന്നും താൻ കഴിഞ്ഞ നോമ്പുകാലത്ത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ 2 പ്രാവശ്യം ഈ പറയുന്ന സ്ഥലത്ത് പോയി എന്നും അന്നേരം പല ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് ഭക്ഷണം കഴിച്ചെന്നും അപ്പോഴൊന്നും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ല എന്നും രാഹുൽ ഈശ്വർ തെളിവ് സഹിതം പറയുന്നുണ്ട്. ഒരുമാതിരി കുത്തിത്തിരിപ്പിച്ച് മനുഷ്യന്മാർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി തമ്മിൽ തല്ലി ചോര കുടിക്കുന്ന ചെന്നായ ആകരുതെന്ന തരത്തിൽ വ്യക്തമായ താക്കീതും കെ സുരേന്ദ്രന് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്നും അത് തിരുവനന്തപുരം അടക്കമുള്ള ചില ജില്ലകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും കുടുംബ പ്രശ്നങ്ങളും ഹിന്ദുജന വിഭാഗങ്ങളുടെ വളർച്ചയില്ലായ്മയും ഒക്കെയാണ് എന്നും അതിന് ഊന്നൽ നൽകാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തം വിഭാഗത്തിനെ കൂടി ശത്രുക്കളാക്കി മാറ്റരുത് എന്നുമുള്ള തക്കതായ താക്കീതാണ് സുരേന്ദ്രൻ രാഹുലിന്റെ വക കിട്ടിയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ ആകെ കണ്ടകശനിയാണ്. എവിടെ തൊട്ടാലും അടികിട്ടുന്നുണ്ട്. കേരളത്തിന്റെ BJP അധ്യക്ഷൻ എന്ന പദവി കൂടി പോയതോടുകൂടി സുരേന്ദ്രനെ ആർക്കും വിലയില്ലാതായി. രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രന്റെ അനുയായികളെ ഒക്കെ അടിച്ചു വാരി ചവറ്റുകൂനയിൽ ഇട്ടതോടുകൂടി സുരേന്ദ്രന് ഹാലിളകി എന്ന് പറഞ്ഞാൽ മതി. അതിനെ ആരുടെ നെഞ്ചത്തോട്ട് കയറി തീർക്കട്ടെ എന്നറിയാതെയാണ് സുരേന്ദ്രന്റെ നടപ്പ്. ഇനി ഇമാതിരി പൊട്ടത്തരമൊക്കെ വിളിച്ചു പറഞ്ഞ് കേരളത്തിൽ BJPക്ക് തെന്നിയും തെറിച്ചും കിട്ടാനുള്ള വോട്ട് കൂടി കളയാനുള്ള വല്ല വക്കാലത്തും സുരേന്ദ്രൻ എടുത്തിട്ടുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്ഥാനത്ത് വന്നിരുന്നിട്ട് കേരളത്തിൽ BJPക്ക് ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയാൽ അതിന്റെ നാണക്കേട് സുരേന്ദ്രന് തന്നെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇമാതിരി തോന്നിവാസമൊക്കെ പൊതുസമൂഹത്തിൽ വന്നിരുന്നു പറയാൻ ധൈര്യപ്പെടുമോ? അതോ ഇനി കിട്ടിയ കസേര പോയ വേവിൽ ആകെ മനസാന്നിധ്യം കൈവിട്ട് പിച്ചും പേയും പറയുന്നതാണോ എന്നും പരിശോധിക്കണം. സുരേന്ദ്രന്റെ വിവാദ പരാമർശത്തിന് എല്ലാ വഴിക്കും നല്ല ഉശിരൻ മറുപടികൾ കിട്ടുന്നുണ്ട്. പക്ഷെ രാഹുൽ ഈശ്വർ കൊടുത്തത് ഒരു ഒന്നൊന്നര മറുപടിയായിപ്പോയി. പൊതുവെ BJP അനുഭാവിയായ രാഹുൽ ഈശ്വർ അടുത്ത കാലത്തായി ഇത്തരം വിവാദ പരാമർശങ്ങളിലൊക്കെ ന്യായമായ വാദം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാറുണ്ട്. രാഹുലിന് മൊത്തത്തിൽ ഒരു ഇടതു ചായ്വ് ഉണ്ട് എന്ന് പരക്കെ സംസാരം ഇല്ലാതില്ല. എന്തായാലും ഇത്ര തന്നെയേ കേരളത്തിലെ ജനങ്ങൾക്കും സുരേന്ദ്രനോട് പറയാനുള്ളൂ. എങ്കിൽ പിന്നെ താൻ പോയി വല്ല ചായയും അടിക്കാൻ നോക്ക്. തനിക്ക് ഇതൊക്കെയേ പറഞ്ഞിട്ടുള്ളൂ.